മോഹനവല്ലി, മീനാക്ഷിക്ക് ഗർഭത്തെ പറ്റിയുള്ള ധാരണയുണ്ടോ? അവക്ക് അതിന് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് നല്ല സുഖപ്രസവമാവണം. സുഖപ്രസവോ? ഓ മൈ ഗോഡ്, ഈ സുഖപ്രസവത്തിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണോ? എന്റെ പൊന്നുമോനെ, സുഖപ്രസവം എന്ന് പറയുന്ന ആ പേരിൽ മാത്രമേ സുഖമുള്ളൂ. മരണവേദനയാ. ദേഹത്തെ അസ്ഥികളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു ഞുറുങ്ങുന്ന വേദനയായിരിക്കും. ഈ കത്തി ഇങ്ങനെ കയ്യിലെടുത്ത് വരഞ്ഞാ ഇങ്ങനെ ഇരിക്കും, അതുപോലെ ആയിരിക്കും വേദന. ആ നേഴ്സുമാർ അവിടെ ലേബർ റൂമിൽ നിൽക്കുന്നവളുമാര് പറയുന്ന വർത്താനം കേട്ടാ ഉണ്ടല്ലോ, എന്തിന് ചിലപ്പോ തല്ല് വരെ ചെയ്യോ. എന്തിന് ഗർഭിണിയായിരുന്നു ശബ്ദം വെക്കാതെ പ്രസവിച്ചിട്ട് കൂടിയെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ സിസേറിയൻ. ഡോക്ടർ വരുന്നു, നമ്മളെ കിടത്തുന്നു, ഇഞ്ചക്ഷൻ വെച്ച് മരവിപ്പിക്കുന്നു, ഒന്ന് ജസ്റ്റ് കീറുന്നു, കുഞ്ഞിനെ എടുക്കുന്നു, 2 തട്ട് തട്ടുന്നു, കുഞ്ഞ് കരയുന്നു, കുളിപ്പിച്ച് കുഞ്ഞിനെ നിന്റെ കൈ തരുന്നു. അത് അതുപോലെ തന്നെ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു. ചുരുക്കം പറഞ്ഞ ഒരു ബാഗിന്റെ സിബ് തുറന്ന് കുഞ്ഞിനെ എടുത്ത് സിബ് തിരിച്ച് ലോക്ക് ചെയ്ത് വെക്കുന്നു. എന്ന് പറയുന്ന പരിപാടി കഴിയും. എങ്ങനെയുണ്ട്? ഇനി നീ തീരുമാനിച്ചു. ചേച്ചി, ഇതിന്റെ മേളിൽ നിന്നങ്ങനെ നമ്മൾ താഴെ വീണ് ചത്താലോ? എറണക്കേട് പറയാതെ പോയി തൊട്ടു വരാം. സോറി. നിനക്ക് തെങ്ങുകയറ്റം പഠിക്കണോ? അപ്പൊ ഇന്ന് നല്ല ദിവസമാ. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആ തെങ്ങുകയറ്റം അങ്ങ് തുടങ്ങാം മക്കളെ. ഇത് കോക്കനട്ട് സോങ് എന്ന പേരിൽ അറിയപ്പെടും. പാടിക്കോണേ. പാടട്ടെ. ഞാൻ ആക്ഷൻ ഇട്ടോളാം, മക്കള് പാടിക്കും. ദൈവമേ ക്ലാപ്പിടാൻ കയറ്റുമാറാകണേ, കയറുന്ന തെങ്ങിന് മണ്ടയുണ്ടാകണേ, കാറ്റത്തു ചുമ്മാതിട്ടാട്ടാതെ നോക്കണേ, ആട്ടിയാൽ താഴോട്ടു വീഴാതെ കാക്കണേ, കിട്ടുന്ന തേങ്ങ മുഴുപ്പുള്ളതാകണേ, മേലോട്ടു നോക്കുന്നോണ്ടുച്ചില് വീഴണേ, താഴോട്ടിറങ്ങുമ്പോൾ താങ്ങായിരിക്കണേ, ഒരഞ്ഞോണ്ടിറങ്ങാതെ കാക്കുമാറാകണേ, ഒരഞ്ഞോണ്ടിറങ്ങാതെ കാക്കുമാറാകണേ. ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട മക്കളെ, നമുക്കൊന്നും വരുത്തില്ല കേട്ടോ. ആണല്ലേ? ഇത് എവിടുന്ന് കിട്ടി? അത് തെങ്ങ് കയറാൻ പോകുന്ന രാജൻ ചരിച്ചതാടി, രചിച്ചതാ. അങ്ങനെയാണോ? ഞാൻ കുറച്ചു മുമ്പ് ബാത്റൂമിൽ കയറിയപ്പോൾ അതിനകത്തൊരു പാറ്റ ഇരിക്കണം. പാറ്റാനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഹിറ്റടിച്ച് കൊന്നു കളഞ്ഞു. വെരി ഗുഡ്. അതല്ല ഏട്ടാ, ഞാൻ പിന്നെ ചെന്നപ്പോഴത്തേക്കും ആ പാറ്റയുടെ പുറത്ത് വേറൊരു പാറ്റ അതിന്റെ കൊമ്പ് കൊണ്ട് ഇത് ഇങ്ങനെ 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 വെക്കണേട്ടാ. ശരിക്കും സങ്കടമായിപ്പോട്ടെ. എന്ത് ചെയ്യാൻ പറ്റും? ജീവൻ കൊടുക്കാൻ പറ്റത്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ ഹിറ്റെടുത്ത് മറ്റേനും കൊന്നോളാം. അപ്പൊ ഇപ്പൊ രണ്ടുപേരും കൂടി സ്വർഗത്തിങ്ങനെ പറന്നു. ഞാൻ ചെയ്തത് തെറ്റാണോ? ശരിയല്ലേ? ഒന്നിപ്പിച്ചില്ലേ അവരെ?